ഇന്ന് ഞാൻ ദോശയ്ക്ക് ഗ്രീൻ പീസ് കറി വെച്ചു. ഗ്രീൻ പീസ് ഇത്തവണ എന്ത് പറ്റിയറിയോ? സാധാരണ ഞാൻ കുക്കറിൽ വേവിക്കുമ്പോൾ, അതായത് നമ്മൾ തലേ ദിവസം രാത്രി കുതിർത്തി വയ്ക്കും, രാവിലെ വേവിക്കുകയല്ലേ പതിവ്. അപ്പോൾ ഞാൻ 1-2 വിസിൽ മതിയാവും കേട്ടോ, പാകത്തിന് വെന്തിട്ടുണ്ടാവും. ചിലപ്പോൾ 2 വിസിൽ, അതിൽ കൂടുതൽ ഞാൻ വയ്ക്കാറേ ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം വാങ്ങിച്ച ഗ്രീൻ പീസ് ഞാൻ സാധാരണ പോലെ തന്നെ 2 വിസിൽ വെച്ചു. പക്ഷെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അത് ക്വാളിറ്റി കുറഞ്ഞതാണോ എന്താണെന്നറിയില്ല കേട്ടോ. അത് കാരണം ഞാൻ ഇന്നെന്ത് ചെയ്തു അറിയോ? ഇന്നലെ തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചു. ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചു. എന്നിട്ട് രാവിലെ വേവിച്ച് നോക്കി കേട്ടോ. അപ്പോഴും ഞാനൊരു 4 വിസിൽ വെച്ചു. അപ്പോഴും എനിക്കങ്ങോട്ട് തൃപ്തിയായില്ല. എന്നാലും ആദ്യത്തേക്കാൾ എത്രയോ ഭേദം കേട്ടോ. എന്ത് ഗ്രീൻ പീസാണെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ മൂക്കാത്തതാണോ, അത് എന്തെങ്കിലും ഒരുപാട് ഉണങ്ങിയിട്ടാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഏതായാലും ഗ്രീൻ പീസ് കറി വെച്ചു. പെട്ടെന്ന് എളുപ്പത്തിലൊരു ഗ്രീൻ പീസ് കറി, ദോശയ്ക്കോ ചപ്പാത്തിക്കോ എന്താ പറയുക, ചോറിൻ്റെ കൂട്ടത്തിലോ അങ്ങനെ എന്തിനു വേണമെങ്കിലും, വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ അതിന് കഴിക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതെന്ന് നാളികേരം ചേർത്തില്ല കേട്ടോ. ഭയങ്കര വിലയാണ് നാളികേരത്തിന്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഹോൾസെയിൽ കടയിൽ 87 രൂപയാണ് 1 കിലോ. അപ്പോൾ പിന്നെ നാളികേരമൊക്കെ കുറച്ചു. കാരണം ശരിയാവില്ല, നമ്മൾ ഇങ്ങനെ വില കൊടുത്ത് വാങ്ങിച്ചിട്ടേ. വീട്ടിൽ നാളികേരം ഉണ്ടെങ്കിലും അധികമൊന്നുമില്ല. ഞങ്ങൾക്ക് കുറച്ച് ചമ്മന്തിപ്പൊടിയുടെ ഇതൊക്കെ ഉള്ളത് കാരണം അങ്ങനെ അധികം വീട്ടിലുള്ള ഉപയോഗിക്കാനൊന്നും അധികം കിട്ടില്ല എന്നല്ല കേട്ടോ. ഈ ചമ്മന്തിപ്പൊടിക്ക് ഞങ്ങൾക്ക് വാങ്ങിക്കണം, കടയിൽ നിന്ന് വാങ്ങിച്ചാലാണ് പറ്റുള്ളൂ. പക്ഷേ കൂട്ടത്തിൽ വീട്ടിൽ 1-2 കിട്ടിയാൽ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു തെങ്ങ് കയറണമെങ്കിൽ 50 രൂപ 60 രൂപ കൊടുക്കണം. കിട്ടണത് 4 തേങ്ങ 5 തേങ്ങ. അപ്പോൾ അത് കാരണം താഴത്ത് വീഴുമ്പോൾ തേങ്ങ എടുക്കുക, അത് ചിലപ്പോൾ ഉണങ്ങി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഗ്രീൻ പീസ് കറി എളുപ്പത്തിലുണ്ടാക്കി കേട്ടോ. എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ ഇന്നലെ തിളച്ച വെള്ളത്തിൽ കുതിർത്തി വെച്ച ആ ഗ്രീൻ പീസ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ആക്കി വെച്ചു. അതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങും ഒരു വലിയ തക്കാളിയും ഒരു പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറിൽ വേവിക്കുകയാണ്. അപ്പോൾ കുക്കറിൽ നേരിട്ട് ഇത് ഞാൻ ചേർത്ത് വേവിക്കണില്ല. അതിന് പകരം കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആട്ടോ ഈ പാത്രം ഇറക്കി വെക്കുന്നത്. പിന്നെ ഈ ഗ്രീൻ പീസിൻ്റെ ഈ പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്കറും കൂടി അടച്ച് ഒരു 4 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അത് കാരണം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ ചൂടോട് കൂടിയാകുമ്പോൾ ഒന്ന് നല്ല ചൂടുണ്ടായിക്കോളും. പിന്നെ ഇനി പാനിൽ ഞാൻ കടുക് വറുത്തു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ സവാളയൊക്കെ കൂടി വഴറ്റി കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ സാധാരണ പോലെ തന്നെ കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്. ഞാൻ ആദ്യം ഉപ്പ് ചേർത്തില്ലല്ലോ, അത് കാരണം ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തു. ഇനി ആ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഗ്രീൻ പീസ് വേവിച്ചത് വെള്ളത്തോട് കൂടി ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതിയാവും. കാരണം ഒന്ന് കുറുകി വന്നോളും. ആ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കാരണം നല്ലൊരു ഗ്രേവിയും കിട്ടും. അപ്പോൾ നാളികേരമൊന്നും ചേർത്തില്ലെങ്കിൽ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അല്ലേ. നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ അല്ലേ. അപ്പോൾ ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിയിലയൊന്നും ഇട്ട് കൊടുത്തില്ല, ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഗ്രീൻ പീസ് കറിക്ക് ഒരു ലൈക്ക് കൊടുക്കൂ കേട്ടോ.